ക്വസ്റ്റ്യൻ നോക്കിയിരുന്നാ അശ്വതി മാം? നോക്കിയായിരുന്നു സർ, പക്ഷെ അതില് കുറെ സംശയങ്ങൾ. എന്താ വെച്ചാല് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോ. ആ കമൻസ്. പറയാം. കമൻസ് ദ ബിസിനസ് വിത്ത് ക്യാഷ്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് അതിന്റെ മീനിങ്? ബിസിനസ്സിലേക്ക് പൈസയായിട്ട് വന്നു 40,000 രൂപ മൂലധനാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൈസ കൊണ്ടുവന്നു, അതാണ് അതിന്റെ മീനിങ്. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തോ ചെയ്തു, പൈസ കൊണ്ടുവന്നു, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ പൈസ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ക്യാഷ് കൂടുതലേ അവിടെ. അപ്പൊ ക്യാഷിന് എന്ത് ചെയ്യണം? ബിസിനസ്സിലേക്ക് പൈസ വന്നു, അപ്പൊ ബിസിനസ്സിലുള്ള പൈസ കൂടി, അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ഏതിന്റെ പേരിലാണ് വന്നത്? ക്യാപിറ്റൽ. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളൊരു പൈസ കൊണ്ടുവരുമ്പോൾ അതിനെ വിളിക്കുന്ന അക്കൗണ്ട്സിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പൊ ഏതിന്റെ പേരിലാണ് പൈസ കിട്ടിയത്? പിന്നെ ക്യാപിറ്റൽ എന്നുള്ളതിന്റെ പേരിലാണ് പൈസ കിട്ടിയത്. ഓക്കെ. അപ്പൊ പിന്നെ ക്യാപിറ്റലിനെ രണ്ട് വിധത്തിനും കാണാം. ക്യാപിറ്റൽ ഒരു ലാബിലിറ്റിയും കൂടിയാണ്. ലാബിലിറ്റിന് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നമ്മള് ക്രെഡിറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ക്യാപിറ്റൽ എന്താണ്? ബാധ്യതയാണ്. ബിസിനസിനെ സംബന്ധിച്ച് എന്താണ്? ക്യാപിറ്റൽ ബാധ്യതയാണ്. ഓക്കെ. അപ്പൊ ലാബിലിറ്റിനെ ഏത് പ്രകാരം നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? നോമിനൽ അക്കൗണ്ട് പ്രകാരം ലാബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ എക്സ്പെൻസസിനെയും അസറ്റിനെയും ഡെബിറ്റ് ചെയ്യണം, ഇൻകത്തിന് ലാബിലിറ്റിനെയും ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ ലാബിലിറ്റിനെ ക്യാപിറ്റൽ ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്. ക്യാപിറ്റലിനെ അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ക്യാപിറ്റലിന്റെ പേരിലാണ്. അത് എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ബാധ്യതയായത്? അത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ? ക്യാപിറ്റൽ എങ്ങനെയാണ് ബാധ്യത? ഇതിന് അതൊരു സംശയം ഉണ്ടാവും. ക്യാപിറ്റൽ എങ്ങനെയാണ് ബാധ്യതയായി എന്നുള്ളത് സംശയം ഉണ്ടാവും. ഇപ്പം ഞാനിപ്പം ബൈജു അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഞാൻ പൈസ കൊണ്ടുവന്നു. അതായത് ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഞാൻ എന്നിട്ട് അതിൽ പറഞ്ഞത് കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നാണ്. അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ഒരു ബാധ്യത ആയതുകൊണ്ടാണ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് എന്റെ ബിസിനസ്സിൽ ക്യാപിറ്റൽ ബാധ്യതയായി? അപ്പൊ ഞാൻ ബൈജു അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഞാൻ കുറച്ച് പൈസ കൊണ്ടുവരുന്നത്. ഓക്കെ. ഞാൻ പൈസ കൊണ്ടുവരുമ്പോൾ അതിൽ ഇടുന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഞാനാണ് എന്റെ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്നത്. പക്ഷെ ക്യാപിറ്റൽ എന്താണ്? ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ഇവിടെ ബാധ്യതയാവുന്നത്? എന്തുകൊണ്ടാണ് അത് ബാധ്യതയായി മാറുന്നത്? കാരണം എന്റെ കമ്പനി പറയൂ, പറയാനുണ്ടെങ്കിൽ പറയൂ മാഡം. പറയുന്നുണ്ടാവും എന്തെങ്കിലും? ലൈബിലിറ്റി ആയതുകൊണ്ട്. അതെന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ബാധ്യത? അതിപ്പോ അശ്വതി മാഡം, അശ്വതി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. ഓക്കെ. അശ്വതി മാഡം എന്ത് ചെയ്യുന്നത്? അതൊരു 5,000 രൂപ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യം തുടങ്ങാൻ വേണ്ടി. അപ്പൊ പറയുന്നു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അശ്വതി ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അശ്വതി ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ ബാധ്യതയായിരുന്നിട്ട് എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയമില്ല, എന്റെ കമ്പനി ഞാൻ പൈസ കൊണ്ടുവരുമ്പോ അത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംശയം ഉണ്ടെങ്കിലാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ ഇത് പഠിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു, കുറെ കാലം ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എന്റെ കമ്പനിയിൽ ക്യാപിറ്റല് ഞാൻ തന്നെ കൊണ്ടുവരുന്ന പൈസ എനിക്ക് ബാധ്യതയാവുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് അശ്വതി മാഡത്തിന്? ഉണ്ടാ എങ്ങനെയാണ് ക്യാപിറ്റൽ ബാധ്യതയായതെന്നുള്ളത്? അത് ചെലവാക്കുന്നത് കൊണ്ടാണോ? ചെലവാക്കുന്നതുകൊണ്ടല്ല. നമ്മൾ അക്കൗണ്ട്സിൽ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, പള്ളി വേറെ പള്ളിക്കൂടം വേറെ. ഇപ്പൊ ഞാൻ ബൈജു എന്നുള്ള വ്യക്തി വേറെയാണ്, ബൈജു അസോസിയേറ്റ്സ് എന്നുള്ള കമ്പനി വേറെയാണ്. അത് എന്റേതായാൽ പോലും. അപ്പൊ ബൈജു അസോസിയേറ്റ്സിനെ സംബന്ധിച്ച് ഞാൻ ബൈജു എന്ന് പറയുന്ന വ്യക്തിയായി എന്തെങ്കിലും ഒരു പൈസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബൈജു അസോസിയേറ്റ്സിന്റെ ബാധ്യതയാണ് ഇവരെ തിരിച്ചു കൊടുക്കണം. ആ പൈസ ആ ബിസിനസ് ചെയ്തിട്ട് പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ബൈജു അസോസിയേറ്റ്സിന്റെ ബാധ്യതയാണ്. ഇപ്പൊ നമ്മളൊരു കമ്പനിയിലേക്ക് ഷെയർ മാർക്കറ്റിലോ പൈസ ഇടുന്നത് കൊണ്ടാണ് നമുക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടിയല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ കമ്പനിയിലും പൈസ ഇടുന്നത്, എന്തെങ്കിലും ഇതിനകത്ത് വരുമാനം കിട്ടണമെന്ന് വെച്ചിട്ട്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചിട്ട് എപ്പോഴും എന്താണ്? പ്രൊപ്പറേറ്ററുടെ ക്യാപിറ്റൽ ഒരു ബാധ്യതയാണ്. ഇയാൾക്ക് ഇതിന്റെ മേലെ എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണം, അല്ലെ തിരിച്ച് ഈ പൈസ കൊടുക്കണം. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്താവുന്നത്? ബാധ്യത ആവുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്?
ക്ലിയർ ആണോ? ഇതിനകത്ത് ക്ലിയർ അല്ലേ അത്? ക്യാപിറ്റൽ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് ബാധ്യതയാവുന്നത്? ആ അപ്പൊ മനസ്സിലായി. അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷിന് എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു? ക്യാഷ് വന്നത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റലിന് എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു? ക്യാപിറ്റൽ ഒരു ബാധ്യതയായതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? രണ്ടാമത്തേത് എന്താണ്? അത് എഴുതി വെക്കണേ. അത് എഴുതി വെക്കണേ. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട്. അത് ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയി പൈസ ഇടും അല്ലെ? നമ്മളെ കൈമേലുള്ള പൈസ എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഇടും. അങ്ങനെയാകുമ്പോ ബാങ്കിന്റെ ബാലൻസ് കൂടും അല്ലെ? എന്റെ കൈമേലുള്ള ക്യാഷിന്റെ ബാലൻസ് കുറയും. അപ്പൊ ബാങ്കിന്റെ ബാലൻസ് കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. എന്റെ കൈമേലുള്ള ക്യാഷിന്റെ ബാലൻസ് കുറയുമ്പോൾ എന്റെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് എൻട്രി ഇടും? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലെ? പിന്നെ ക്ലിയർ ആണോ? അശ്വതി മാം ക്ലിയർ ആണോ? അത് ക്ലിയർ ആയിരിക്കുന്നു. ഇനി എന്താണ് സംഭവം? ഇനി എന്താണ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ? ബോട്ട് മെഷീനറി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ബോട്ട് മെഷീനറി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെഷീനറി വരുവാണ്. വാട്ട് കംസ് ഇൻ. അപ്പൊ മെഷീനറി വരുമ്പോ മെഷീനറിയിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലെ? വാട്ട് കംസ് ഇൻ നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്നല്ലേ? വാട്ട് ഗോസ് ഔട്ട് ക്രെഡിറ്റും വാട്ട് കംസ് ഇൻ ഡെബിറ്റും ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ബോട്ട് മെഷീനറി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെഷീനറി നമ്മുടെ അടുത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. മെഷീനറി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ മെഷീനറിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ക്രെഡിറ്റ് സെയിൽ അല്ലാന്ന് ഒന്നും പറയാത്തതുകൊണ്ട് മെഷീനറി വരുമ്പോൾ എന്ത് പോയിട്ടുണ്ടാകും? ക്യാഷ് പോയിട്ടുണ്ടാകും. ഇപ്പൊ ഒന്നും സൈലന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മെഷീനറിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്യാഷിനെ ക്രെഡിറ്റ് കൊടുക്കണം. മെഷീനറി വാങ്ങുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കണല്ലോ. അപ്പൊ മെഷീനറി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. എന്താ ഇത് എഴുതിയത്? ശ്രുതി മാഡം എന്താ എഴുതിയത്? ഞാൻ അന്ന് എഴുതിയതാ സാർ? ഇപ്പൊ എഴുതിയതാ? അല്ല, അന്ന് എഴുതിയത്, ആദ്യം എഴുതിയത്. ആദ്യം എഴുതിയത് ഞാന് പറയാം. ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റും ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റും. മെഷീനറി വാങ്ങിയപ്പോഴാ? മിഷനറിന്റെ മിഷനറി അത് സെയിൽസ് എന്നാ ഞാൻ എഴുതിയത്. മിഷനറി ബോട്ട് മെഷീനറി എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചത് മെഷീനറി വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ വാങ്ങി എന്നുള്ളതാകുമ്പോ മെഷീനറി നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പൊ മെഷീനറിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് പോയിട്ടുണ്ടാകാം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇതിനകത്ത് നോക്കിയിരുന്നത് അത് മെഷീനറി വന്നു. ഇനി അനക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തതിലെ മിസ്റ്റേക്ക് ആണ്. അത് ശരിക്കും വേണ്ടത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് എന്നാണ്. ഞാൻ നമുക്കൊന്ന് വിഡ്രോ ബാങ്ക് ഞാൻ ഇപ്പൊ വായിച്ചു നോക്കുമ്പോൾ അതിന്റെ തെറ്റ് മനസ്സിലാകുന്നു ടൈപ്പ് ചെയ്തപ്പോ. അതായിരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവുക. ആ ക്വസ്റ്റ്യൻ വേണ്ടത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് എന്നുള്ളതാണ് അല്ലെ? അങ്ങനെയല്ലേ? ഞാൻ എന്നാ അടിച്ചത് എനിക്കൊന്ന് വിഡ്രോ ബാങ്ക് ഫ്രം ക്യാഷ് അങ്ങനെ എന്തോ ആണെന്ന് ടൈപ്പ് ചെയ്തത് അല്ലെ? ശരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ മാറ്റി എഴുതിക്കോ. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, അതായത് ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതാണ് ക്വസ്റ്റ്യൻ. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഇപ്പൊ എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യേണ്ടത്? ക്യാഷ് വിഡ്രോ ചെയ്തു ബാങ്കിൽ നിന്ന്, ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ക്യാഷ് വിഡ്രോ ചെയ്തു ബാങ്കിൽ നിന്ന്. അങ്ങനെയാകുമ്പോൾ ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത്? ഇവിടെ ഓഫീസ് യൂസ് എന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മള് ബാങ്കിൽ നിന്ന് ക്യാഷ് എന്തിനാ വിഡ്രോ ചെയ്യാം? ബിസിനസ് ആവശ്യത്തിന് വേണ്ടി തന്നെയല്ലേ വിഡ്രോ ചെയ്യാം. ഓക്കെ, പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണലിന് ഡെബിറ്റ് ചെയ്യണം. പക്ഷെ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ചെക്ക് പെയ്ഡ് ഫോർ സ്റ്റേഷനറി എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. ഇത് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ക്യാഷ് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാല് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാം, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാം. ഓഫീസ്, കാരണം നമ്മള് ബാങ്കിൽ നിന്ന് എന്തിനായിരിക്കും ക്യാഷ് വിഡ്രോ ചെയ്യുന്നുണ്ടാവുക? ഓഫീസിൽ എന്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും അല്ലെ? പിന്നെ അപ്പൊ എക്സ്പെൻസിന്റെ പേര് ഇവിടെ സ്പെസിഫിക്കേഷൻ ഇല്ല. ഇപ്പോ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഓഫീസിനെ സംബന്ധിച്ച് എന്ത് വരും? ക്യാഷ് ബാലൻസ് കൂടും അല്ലെ? ഓഫീസിൽ നമ്മൾ എപ്പോഴും അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരന്റെ പോയിന്റിൽ ചിന്തിക്കണം. അപ്പൊ ബാങ്ക് ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷിന്റെ ബാലൻസ് കൂടി, ബാങ്കിന്റെ ബാലൻസ് കുറഞ്ഞു. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഇത് മനസ്സിലായോ? നരേഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. അത് പഠിക്കുന്ന കുട്ടിക്ക് വേണം, നിങ്ങൾക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. ബീങ് ദ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞൊരു നരേഷൻ വേണം.
അത് നിങ്ങൾ അത്ര പഠിക്കണ്ട, അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലൊക്കെ അത് ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മളിപ്പോ അക്കൗണ്ടിങ്ങിന്റെ ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പം പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും, ഒരു നരേഷനും കൂടി അവിടെ എഴുതും. അതായത് ബീയിങ് ദ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അശ്വതി മാം ക്ലിയർ ആണോ? ബാങ്ക് അക്കൗണ്ട് അപ്പൊ ക്രെഡിറ്റ് അല്ലേ സർ? ബാങ്ക് ക്രെഡിറ്റ്, ബാങ്കിന്റെ ബാലൻസ് കുറയല്ലേ. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോ ബാങ്കിന്റെ ബാലൻസ് കുറഞ്ഞു, നമ്മൾ എടുക്കുള്ള ക്യാഷ് ബാലൻസ് കൂടി. അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും, ബാങ്കിന് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഇതിലതേ ക്ലിയർ ആണോ? അത് അത് ഞാൻ ക്വസ്റ്റ്യൻ തെറ്റിയിട്ട് അടിച്ചത് ടൈപ്പ് ചെയ്തപ്പോ. കാരണം ഞാൻ ഇപ്പൊ നോക്കുമ്പോ അത് എനക്കും മനസ്സിലായത് എന്റെ ഇതെന്ന് ഞാൻ അടിച്ചത്. അതായത് വിഡ്രോ ബാങ്ക് ഫ്രം ക്യാഷ് എന്നായിട്ടാണ് ഞാൻ അടിച്ചത്. അപ്പൊ ഞാനും ഇപ്പൊ നോക്കുമ്പോ അത് ടൈപ്പ് ചെയ്യുമ്പോ ഉള്ള അബദ്ധമായിരുന്നു. ഓക്കെ, സോറി, ഇപ്പോഴാണ് മനസ്സിലായത്. അടുത്തത് എന്താണ് മാം? അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പർച്ചേസ് ഗുഡ്സ്. അപ്പൊ അതെന്ത് എഴുതണം? പലക്കൊന്നും മാഡത്തിന് പറയാൻ പറ്റും തോന്നുന്നു. മാഡം പറയില്ലേ എന്തിനാ മാം? പർച്ചേസ് ഗുഡ്സ് എന്ത് ചെയ്യും? പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിനകത്ത് മാം ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തത്? ക്യാഷ് പോയി പർച്ചേസ് ചെയ്തു. അതായത് അശ്വതി മാഡത്തിന് ഒരു സംശയം ഉണ്ടാവും, ഇവിടെ ക്യാഷ് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലെ? അതായത് ക്യാഷിനെ പറ്റി, അതായത് ഒരാളെ പേര് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ പർച്ചേസ് ഗുഡ്സ് ഫ്രം അശ്വതി എന്ന് പറയുന്നത് വിചാരിക്കും, അങ്ങനെയാണ് നമുക്ക് ക്യാഷ് എന്ന് ഇടാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് അശ്വതിന്റെ അടുത്ത് പർച്ചേസ് ചെയ്തു, അശ്വതിക്ക് കൊടുത്തോ ഇല്ലോ നമുക്കറിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാളെ പേരിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു അശ്വതി എന്നിടാം. ഓക്കെ, ഇവിടെ ഒന്നും പറഞ്ഞില്ല, വെറും പർച്ചേസ് ഗുഡ്സ്. വെറും പർച്ചേസ് ഗുഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും. ഒരാളെ പേര് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പേരും സ്പെസിഫൈ ചെയ്തു, പെയ്ഡ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുത്തു എന്നർത്ഥം. അന്നേരം പേരിന് ഇമ്പോർട്ടന്റ് ഇല്ല. ഇനി ഓൺലി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അശ്വതി എന്നാണെങ്കിൽ ക്യാഷ് അശ്വതിക്ക് കൊടുത്തോന്നും അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വെറും പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അശ്വതി എന്നാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു അശ്വതി എഴുതണം. ഓക്കെ, ഇനി വെറും പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷിന് എഴുതണം. അതായത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുമല്ലോ, ആളെ പേര് പറഞ്ഞില്ലെങ്കിൽ, അപ്പൊ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ്, വേറൊന്നും ഇല്ല അവിടെ. ഓക്കെ, ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അശ്വതി പെയ്ഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം അശ്വതി ഇമ്പോർട്ടന്റ് അല്ല. കാരണം അശ്വതിന്റെ അടുത്ത് വാങ്ങി, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷ് കൊടുത്തിട്ടുണ്ട്, പെയ്ഡ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് തന്നെയാണ് വരുന്നത്. ഈ മൂന്നും മനസ്സിലായില്ലേ? സിനാരിയോ മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഇന്നലെ ഓക്കെ അല്ലേ ഈ മൂന്ന് സിനാരിയോ? അതായത് ആദ്യത്തെ കേസിൽ പറയുന്നത് വെറും പർച്ചേസ് ഗുഡ്സ്, അങ്ങനെയാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്ന് വേണം, പേര് പറയാതുകൊണ്ട്. ഇനി പർച്ചേസ് ഗുഡ്സ് ഫ്രം അശ്വതി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു അശ്വതി എന്ന് പറയണം. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അശ്വതി പെയ്ഡ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അശ്വതി ഇമ്പോർട്ടന്റ് അല്ല, പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ക്ലിയർ ആയോ? ഇതാണ് മൂന്ന് ഇതിലേക്ക് വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വേറെ അടുത്ത എന്താണ്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അത് പിന്നെ ആർക്കാ പറയാൻ പറ്റുമോ? എനിക്കൊന്ന് ഇന്ദിരാദേവി മേഡത്തിന് ആകും, പിന്നെ അശ്വതി മേഡം നോക്കിയാട്ടെ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്തിനെ ഡെബിറ്റ് ചെയ്യും, എന്തിനെ ക്രെഡിറ്റ് ചെയ്യും? ഒരു 3 മിനിറ്റ് 3 എണ്ണം തന്നെ പറയണം, അല്ലെങ്കിൽ ഇന്ദിരാദേവി പറയും. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഇപ്പൊ പറഞ്ഞേ. ക്യാഷ് ഗുഡ്സ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ, ഗുഡ്സ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഏത്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ അശ്വതി മാം, ഓക്കെ, ഹാഫ് ശരിയാണ്. നിങ്ങൾ അങ്ങനെ പറയണ്ടു, കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഇന്നലെ ഒന്ന് പറയാം. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്. ഓക്കെ, അത് പിന്നെ അതാണ് അക്കൗണ്ട്സിന്റെ മാഡം പഠിച്ചത് കൊണ്ടാണ് അത് അത്രയും സെയിൽസ് സ്പെസിഫിക് ആയി പറഞ്ഞത്. അശ്വതി മാഡം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് മാഡം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാല് അത് സാധനം വിറ്റു എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നമ്മൾ സെയിൽസ് എന്നുള്ള വേർഡാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ എഴുതുക, ആദ്യം കേൾക്കുമ്പോൾ സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് എഴുതും, കാരണം സാധനം പോയി എന്നുള്ളതില്. ഓക്കെ,
അപ്പൊ ക്യാഷ് അക്കൗണ്ടിന് എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു? ക്യാഷ് വന്നത് കൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഇനി നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ നമ്മൾ സോൾഡ് ഗുഡ്സ് എന്നോ അല്ലെങ്കിൽ ടു ഗുഡ്സ് എന്നോ എഴുതുള്ളൂ. അത് ഓക്കെയാണ്, ഞാൻ പറഞ്ഞത് ഓക്കെയാണ്. പക്ഷേ ഈ സോൾഡ് ഗുഡ്സ് നമ്മൾ എവിടെയെങ്കിലും കണ്ടാൽ അവിടെ നമ്മൾ സെയിൽസ് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുക. അത് നമ്മൾ സെയിൽ ചെയ്യാം ആ സാധനം. ഓക്കെ, അങ്ങനെ സെയിൽസ് ടു സെയിൽസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നിട്ടാണ്. സോൾഡ് ഗുഡ്സ് എന്നുള്ളത് തെറ്റ് എന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന വേർഡ് സോൾഡ് ഗുഡ്സ് ഈസ് ഈക്വൽ ടു സെയിൽസ് ആണ്. അപ്പൊ നമ്മൾ സെയിൽസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ ആണോ? സാർ അത് ഒരു ദിവസം പറഞ്ഞു തന്നതായിരുന്നു കഴിഞ്ഞ. അപ്പൊ ടു സെയിൽസ് എന്നുള്ളത്, കാരണം ഇത് ഒരു പ്രാവശ്യം പറഞ്ഞെടുത്താൽ മനസ്സിലാവില്ല. ഓക്കെ, അത് കുറച്ച് ഇതാകണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് എന്ന് എഴുതണം. ഓക്കെ, പിന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ? ഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓഫീസ് ആവശ്യത്തിനാണെങ്കിൽ നമ്മൾ സാധാരണ എൻട്രി ഇട്ടാൽ മതി, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറഞ്ഞിട്ടുള്ളത്? പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? വിഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ആ പൈസ ഇവിടെ വന്നിട്ടില്ല, ആ ക്യാഷ് ഇവിടെ വന്നിട്ടില്ല, ഓഫീസിൽ വന്നു. ഞാൻ എടുത്തിട്ട് ഇപ്പം പിന്നെ ബൈജു എന്നുള്ള വ്യക്തി പൈസ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ചിലപ്പോൾ എന്റെ കാറിന് പെട്രോൾ അടിച്ചു. പേഴ്സണലാണ്, അല്ല എന്റെ മോന്റെ ട്യൂഷൻ ഫീസ് കൊടുത്തതായിരിക്കാം. ആ പൈസ ഇവിടെ വന്നിട്ടില്ല, ബിസിനസ്സിൽ വന്നിട്ടില്ല. ബിസിനസ്സിൽ വരാതെടുത്തോളം കാലം നമുക്ക് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാൻ പറ്റൂല. ക്യാഷ് കൂടിയിട്ടില്ലല്ലോ, പിന്നെ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല പൈസ. എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആ പൈസ എടുത്തു എന്നാണ് പറഞ്ഞത്. ഈ പേഴ്സണൽ ആവശ്യത്തിന് അക്കൗണ്ടിങ്ങിൽ ഞാൻ ഈ സോൾഡ് ഗുഡ്സിന്റെ സെയിൽസ് എന്ന് പറഞ്ഞതുപോലെ പേഴ്സണൽ യൂസേജിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ഡ്രോയിങ്സ്, DRAWINGS, ഡ്രോയിങ്സ് അക്കൗണ്ട്. അതായത് പേഴ്സണൽ യൂസ് എവിടെയെങ്കിലും കണ്ടാൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ്. ക്ലിയർ ആയോ? അപ്പൊ അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ടു ബാങ്ക്. ബാങ്കിൽ നിന്നല്ല പൈസ കുറയുന്നത്, ബാങ്കിന്റെ ബാലൻസ് കുറഞ്ഞു. എന്തുകൊണ്ട്? ഡ്രോയിങ്സ്, അതായത് അതിന്റെ പ്രൊപ്പറേറ്റർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ആ പൈസ ബാങ്കിൽ നിന്ന് ഉപയോഗിച്ചത് കൊണ്ട് പേഴ്സണൽ യൂസ് എന്ന് പറയുന്നതിന് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പേരാണ് ഡ്രോയിങ്സ് എന്നുള്ളത്. ഇപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ബാങ്കിൽ നിന്ന് പൈസ കുറഞ്ഞതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ഡ്രോയിങ്സിലേക്ക് ആയതുകൊണ്ട്, പേഴ്സണൽ പർപ്പസ് ആയതുകൊണ്ട്, നമ്മൾ സ്റ്റേഷനറി പർച്ചേസ് എന്നൊക്കെ പറയുന്നത് പോലെ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പേരാണ് പേഴ്സണൽ യൂസിന് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പേരാണ് ഡ്രോയിങ്സ് എന്നുള്ളത്. ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യും, ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി തന്നെ. അത് സംശയം ഉണ്ടായിരുന്നു, ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് നമ്മൾ എപ്പോഴും അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ നമ്മളൊരു ക്രിട്ടിക്കൽ മൈൻഡോട് ഇത് ശരിക്കും ഒന്നും കൂടി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ മുകളിലത്തെ ട്രാൻസാക്ഷനും ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്യണം. മുകളിലത്തെ ട്രാൻസാക്ഷനിൽ ഓഫീസ് യൂസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തില്ല, നമ്മള് ഓഫീസ് എന്ന് പറയുന്ന സാധനത്തിനെ പരിഗണിച്ചിട്ടേ ഇല്ല. നമ്മൾ ക്യാഷിനെയാണ് ഡെബിറ്റ് ചെയ്തത്. കാരണം ക്യാഷ് ഓഫീസിലേക്ക് വന്നു എന്നുള്ള കൺസെപ്റ്റാണ്. കാരണം അതിനുശേഷം ചിലപ്പോൾ കുറെ എക്സ്പെൻസ് ഓഫീസ് മീറ്റ് ചെയ്യായിരിക്കും, സ്റ്റേഷനറി വാങ്ങാൻ പൈസ കൊടുക്കും, അതൊക്കെ ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് പിന്നെ ചെലവ് പോകുന്നത്. ഓക്കെ, പൈസ വന്നു ഓഫീസ് ആവശ്യത്തിലേക്ക് എന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്, പേഴ്സണൽ യൂസേജിന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തെന്ന് പറയുമ്പോൾ ഇത് ബിസിനസ്സിലേക്ക് വരൂല ഈ പൈസ. അപ്പൊ ഇയാളെ പേരിൽ ഡ്രോയിങ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ട് ടു ബാങ്കിന് ക്രെഡിറ്റ് കൊടുക്കണം. അതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. ക്ലിയർ ആയോ അശ്വതി മാം? ക്ലിയർ ആയി സർ. ഓക്കെ, അപ്പൊ വേറെന്താന്നുള്ളത്? ഇനി ഏതാ ഉള്ളത്? പെയ്ഡ് റെന്റ് ബൈ ചെക്ക്. അതറിയാലോ. പെയ്ഡ്, അതായത് റെന്റ് കൊടുത്തു. എന്തായിട്ടാ കൊടുത്തത്? ബാങ്കിൽ നിന്ന് ചെക്ക് ഇഷ്യൂ ആണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ഇതിനാ മാം? റെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലെ. റെന്റ് എന്ന് പറയുന്നത് ചെലവാണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ബാങ്കിലേക്ക് പൈസ പോകുന്നു, ബാങ്കിൽ നിന്ന് പൈസ കുറയുന്നു, അപ്പൊ ടു ബാങ്ക് ക്രെഡിറ്റ്. ക്ലിയർ ആണോ ശരി മാം? റെന്റ് ചെലവായത് കൊണ്ട് റെന്റിനെ ചെയ്യുന്നു. ടു ബാങ്ക്, ബാങ്കിന്റെ ബാലൻസ് കുറയുന്നു, അല്ലെ ബാങ്ക് പോകുന്നു, വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളത് കൺസെപ്റ്റിലും വരാം. ടു ബാങ്ക് എന്നുള്ളതിലേക്ക് നമ്മൾ പോകും. അടുത്തത് ചെക്ക് ഇഷ്യൂഡ് ടു രാജൻ. അതറിയാലോ. എന്താ രൂപ? ചെക്ക് കൊടുത്തു, രാജന് ചെക്ക് കൊടുത്തു. അപ്പൊ ആരെ ഡെബിറ്റ് ചെയ്യണം? ഹു ഈസ് ദ റിസീവർ? ഡെബിറ്റ്. രാജനാണ് റിസീവർ അല്ലെ.
രാജൻ ഡെറ്റർ ടു ബാങ്ക്. രാജൻ ഡെറ്റർ ടു ബാങ്ക്, അതായത് രാജൻ എന്ന റിസീവർ എന്നുള്ള നിലയിൽ രാജനെ ഡെബിറ്റ് ചെയ്തു. നമ്മൾ എടുക്കുന്ന ബാങ്കിന്റെ ബാലൻസ് കുറയുന്നത് കൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ ആണോ അശ്വതി മാം? ഓക്കെ സർ. ഇനിയോ? ബാങ്ക് ചാർജസ് ഫോർ ദി മന്ത്. അപ്പൊ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ബാങ്ക് ചാർജസ് ഡെറ്റർ ടു ബാങ്ക്. ബാങ്ക് ചാർജസ് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, ഇന്നലെ നിയമം അങ്ങനെയാ പറയുന്നത്. അശ്വതി മാം എന്ത് പറയുന്നു? ബാങ്ക് ചാർജസ് ഇപ്പം അശ്വതി മാഡത്തിന്റെ ഒരു സംശയം, ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബാങ്കിന് ഇനിയും പറഞ്ഞല്ലോ എന്നുള്ളത് അല്ലെ? ബാങ്ക് ചാർജസ് ഫോർ ദ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ഇതിനെ ദൈവം പറയുന്നത് ബാങ്ക് ചാർജസിനെ ഡെബിറ്റ് ചെയ്യണം, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് ഇതിനെ ദൈവം പറയുന്നത്. പക്ഷെ അശ്വതി മാഡത്തിന്റെ ഒരു സംശയം, ഞാൻ അശ്വതി മാഡത്തിന്റെ സംശയം എന്ന് പറയാൻ കാരണം ഒരു സാധാരണക്കാരന്റെ സംശയം, നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മളെ സംശയം ഞാൻ പറയുന്നത്, അല്ലാണ്ട് മാഡത്തിനെ കുറച്ച് കാണിക്കുന്നില്ല, ഇവിടെ എനക്കായാലും ഉണ്ടാവുന്ന ഒരു സംശയമാണത്. ഇവിടെ ബാങ്ക് എന്ന് പറയുന്ന പേര് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലെ മാഡം? അപ്പൊ അതിനെന്താ വെച്ചാല് ബാങ്ക് ചാർജ് ഏതിന്റെ അകത്തുനിന്നാ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ ബാങ്കിന്? ബാങ്കിന്റെ ബാലൻസ് എന്ന്. അതായത് ഇപ്പൊ അശ്വതി മാഡത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്താല്, SBI സ്റ്റേറ്റ്മെന്റ് എടുത്താല് നമ്മൾ പറയാറില്ലേ, അന്ന് 100 റുപ്യ ഉണ്ടായതാന്നല്ല, പൊട്ടിന് എങ്ങനെ 50 റുപ്യ എന്ന് നോക്കിയാല് ബാങ്ക് എന്തെങ്കിലും ചാർജ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ബാങ്ക് എവിടുന്ന പിടിക്കുക? നമ്മളെ ബാങ്കിന്റെ ബാലൻസ് എന്ന്. അപ്പൊ ബാങ്കിന്റെ ബാലൻസ് കുറയല്ലേ ചെയ്ത് ബാങ്ക് ചാർജ് ഡെബിറ്റ് ചെയ്യും, അല്ലാണ്ട് നമ്മളോട് ക്യാഷ് അടക്കുന്നു പറയില്ലല്ലോ ബാങ്ക് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബാങ്ക് ചാർജ് ചെലവായത് കൊണ്ട് ബാങ്ക് ചാർജിനെ ഡെബിറ്റ് ചെയ്യുന്നു. ചെലവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്നല്ല പഠിച്ചത്. ബാങ്ക് ചാർജ് നമ്മളെ സംബന്ധിച്ച് ചെലവാണ് ബാങ്ക് നമുക്ക് തരുന്നത്, അതുകൊണ്ട് ബാങ്ക് ചാർജിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്കിന്റെ ബാലൻസ് കുറയുന്നത് കൊണ്ട് ആ ബാങ്ക് ചാർജ് ബാങ്ക് ഡെബിറ്റ് ചെയ്യുമ്പോൾ എന്റെ ബാങ്കിൽ ഇപ്പൊ 500 റുപ്യ ഉണ്ട്, 500 റുപ്യ ബാങ്ക് ചാർജ് ചെയ്താൽ 450 റുപ്യല്ലേ ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ ബാങ്കിന്റെ ബാലൻസ് കുറയല്ലേ ഇത്, അതുകൊണ്ട് ബാങ്കിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുന്നത് ബാങ്ക് ചാർജ് ഒരു ചെലവായതുകൊണ്ട് ബാങ്ക് ചാർജിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അത് ബാങ്കിന്റെ ബാലൻസ് കുറയുന്നത് കൊണ്ട്, നമ്മൾ പറഞ്ഞില്ല അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നല്ലേ പഠിച്ചത്. അപ്പൊ ടു ബാങ്ക് എന്നുള്ളത് ബാങ്കിന്റെ ബാലൻസ് കുറയുന്നത് കൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആയോ അശ്വതി മാം? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല സർ, ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ എല്ലാം? ഓക്കെ. ഇനി പിന്നെ നമുക്ക് ലെഡ്ജറിലേക്കാണ് പോകേണ്ടത്. ഇനി ഇത് വേണ്ടല്ലോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണോ? ക്വസ്റ്റ്യൻസ് പിന്നെ തന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണോ? ക്ലിയർ അല്ലേ? സാറേ ഡിപ്രീസിയേഷന് എൻട്രി വരുമോ? അത് ഞാൻ ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടി ഇടാം, പിന്നെ അതും കൂടി നിങ്ങളൊന്ന് ചെയ്തിട്ട്, അപ്പൊ അത് ആവശ്യമില്ലാണ്. സെയിൽസ് റിട്ടേൺ, ഡിപ്രിസിയേഷൻ, അതൊക്കെ പറയാം. ഓക്കെ, എന്നാ ഇതും കൂടി എഴുതിക്കോ. പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ എ ക്രെഡിറ്റ് ഫ്രം രാജൻ. ഇതിൽ പർച്ചേസ്ഡ് എഴുതിക്കേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാജൻ ₹3,000. പർച്ചേസ്ഡ് goods on credit from രാജൻ ₹3,000. ഇത് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? ഇങ്ങനത്തെ എത്ര ഇട്ടിട്ടില്ലല്ലോ. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഒരു സാധനം വാങ്ങി, ആരെടുക്കുന്നത്? രാജന്റെ എടുക്കുന്നത്, പക്ഷെ ക്രെഡിറ്റിലാ വാങ്ങി, ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ പൈസ തരാം. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പിന്നെ തരാം എന്നുള്ളത്, ക്യാഷ് അല്ല, ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ കൊടുക്കുള്ളൂ പൈസ. ഓക്കെ, അങ്ങനെയാകുമ്പോ രാജന്റെ എടുക്കുന്ന സാധനം വാങ്ങി ക്രെഡിറ്റിൽ ക്യാഷ് കൊടുത്തിട്ടില്ല എന്നർത്ഥം. അങ്ങനെയാകുമ്പോ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ഗുഡ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഗുഡ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ഓർ ഗുഡ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഗുഡ്. ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് അല്ലേ സർ? ക്യാഷ് കൊടുത്തിട്ടില്ല, ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാധനം വാങ്ങി കടത്തില്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടത്തില് വാങ്ങി രാജന്റെ എടുക്കുന്നത്, ക്യാഷ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാ പറഞ്ഞത് ക്വസ്റ്റ്യനില്. അപ്പൊ ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ജനദൈവം ആരെ ക്രെഡിറ്റ് ചെയ്യണം? രാജൻ. അതായത്
ഹു ഈസ് ദ ഗിവർ എന്നുള്ള കൺസെപ്റ്റ് അല്ലെ? രാജനല്ലേ സാധനം തരുന്നത്. ഓക്കെ, അപ്പൊ രാജന് പൈസയും കൊടുത്തിട്ടില്ല. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻ അക്കൗണ്ട് എന്നുള്ളതിലേക്കാണ് പോകേണ്ടത്. ക്ലിയർ ആയോ? അശ്വതി മാം ഓക്കെ ആണോ? ഓക്കെ സർ. ഇനി എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, നമ്മള് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ രാജൻ എന്ന് പറയുന്ന ആളാ നമ്മള് അക്കൗണ്ട്സിൽ എന്തായിട്ടാ വിളിക്കുക? ഞാൻ അയാൾക്ക് നമ്മളെ സപ്ലയർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അയാളെ നമ്മൾ ഒരു ഓമന പേരിലിട്ട് വിളിക്കും. എന്ത് പേരാണ് അയാളെ വിളിക്കുക? അക്കൗണ്ടിങ്ങിന്റെ ഭാഷയിൽ എന്താണ് ഇന്ദിരാദേവി നമ്മളെ പേര് എന്താ വിളിക്കാറ്? ക്രെഡിറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് കേട്ടോ. അതായത് നമ്മളെ സപ്ലയർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ നമ്മള് ലെഡ്ജറൊക്കെ ക്രിയേറ്റ് ചെയ്യും. രാജൻ എന്ന് പറയുന്ന ഇപ്പൊ ടാലിയിൽ നമ്മൾ രാജൻ എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ചാൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള പേരാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗുഡ്സ് റിട്ടേൺ ടു മോഹൻ, അല്ല സോറി, ഗുഡ്സ് റിട്ടേൺഡ് ബൈ മോഹൻ. അതായത് ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് മോഹന് ഞാൻ എന്തോ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതും കൂടി എഴുതിക്കോ, എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് ഇതല്ലേ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ. മോഹന് എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. ക്രെഡിറ്റ് സെയിൽ, ക്യാഷ് സെയിൽ അല്ല, ക്യാഷ് തന്നിട്ടില്ല, കടത്തിന് വിറ്റു. ഓക്കെ, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ ₹2000. 2000 രൂപ മോഹന് കടത്തിന് വിറ്റു. ഓക്കെ, സോ ഈ ഒരു 2-3 ഒരുമിച്ച് എഴുതിക്കോ. എന്നിട്ട് ആ മൂന്നിന്റെയും ട്രാൻസാക്ഷൻ, മൂന്നും കണക്റ്റഡ് ആയിട്ടുള്ള ഇതാണ്, ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ആദ്യത്തേത് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ ₹2000. ഇനി അടുത്ത ഇത് ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ ₹1000. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ 2000 ആണ്. 2000 രൂപക്ക് സാധനം വിറ്റു മോഹന്. അടുത്തത് പറയുന്നത് ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ. മോഹന്റെ എടുക്കുന്ന ചെക്ക് കിട്ടി 1000 രൂപ. ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ ₹1000. ഇനി മൂന്നാമത്തെ ഒരു എൻട്രി ഗുഡ്സ് റിട്ടേൺ ബൈ മോഹൻ. ഗുഡ്സ് റിട്ടേൺ ബൈ മോഹൻ 250. ഗുഡ്സ്, ആ സാധനം മോഹൻ എന്ത് ചെയ്തു? ഒരു 250 സാധനം തിരിച്ചയച്ചു. ഗുഡ്സ് റിട്ടേൺ ബൈ മോഹൻ ₹250. 3 എഴുതിയല്ലോ. അപ്പൊ ഇതില് ആദ്യത്തേത് എന്ന് പറഞ്ഞാല് മോഹന് 200 രൂപേന്റെ സാധനം വിറ്റു. സോറി, 2000 രൂപേന്റെ സാധനം വിറ്റു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എൻട്രി ഇടും? മോഹന് 2000 രൂപേന്റെ സാധനം കടത്തിലാണ് വിറ്റത്, പൈസ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് എൻട്രി ഇടും? മോഹൻ ലെറ്റർ ടു സെയിൽസ് അല്ലെ? അശ്വതി മാം ക്ലിയർ ആണല്ലോ? മോഹൻ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു? ഈസ് എ റിസീവർ അല്ലെ? സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം അക്കൗണ്ട് ആണ്, അതുകൊണ്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, 2000. ഇനി പറയുന്നു മോഹൻ 1000 രൂപേന്റെ ചെക്ക് തന്നു എന്ന് പറയുന്നു. അങ്ങനെയാകുമ്പോ എന്ത് എൻട്രി ഇടും? ഇത് എൻട്രി പറഞ്ഞിട്ടാകുമ്പോ എഴുതിക്കോട്ടോ, സാവധാനം. 1000 രൂപേന്റെ ചെക്ക് മോഹൻ തന്നു. അപ്പൊ എന്ത് എൻട്രി ഇടും? മോഹൻ 1000 റുപ്പീസിന്റെ ചെക്ക് തന്നു. അപ്പൊ എന്തിനെ ഡെബിറ്റ് ചെയ്യും? ആരെ ക്രെഡിറ്റ് ചെയ്യും? ആരെ ഡെബിറ്റ് ചെയ്യും? ആരെ ക്രെഡിറ്റ് ചെയ്യും? മോഹൻ 1000 രൂപേന്റെ ചെക്ക് തന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആരെ ഡെബിറ്റ് ചെയ്യും? ആരെ ക്രെഡിറ്റ് ചെയ്യും? ചെക്ക് അക്കൗണ്ട്. ചെക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്, ചെക്ക് അക്കൗണ്ട് നമ്മൾ പറയില്ല, ബാങ്ക് അക്കൗണ്ട്. ചെക്കിന് പകരം ബാങ്ക് എന്നുണ്ട്. കാരണം ചെക്ക് നമ്മൾ ബാങ്കിലേക്കല്ലേ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ ബാങ്കിന്റെ ബാലൻസ് കൂടും. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു മോഹൻ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് മോഹനെ ക്രെഡിറ്റ് ചെയ്തത്? ഈസ് ദ ഗിവർ അല്ലെ? ഗിവറെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനല്ലേ പഠിച്ചിട്ടുള്ളത്. ഹു ഈസ് ദ ഗിവർ? ക്രെഡിറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു മോഹൻ അക്കൗണ്ട്. അപ്പൊ 2000 രൂപേന്റെ സാധനം വിറ്റത് അയാൾക്ക്, അയാൾ 1000 രൂപ തന്നത്. ഓക്കെ, ഇനി അയാൾ എന്ത് ചെയ്തു? 250 രൂപേന്റെ സാധനം അയാൾ തിരിച്ചയച്ചു. ഈ സാധനം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ 250 റുപ്പീസിന്റെ സാധനം അയാൾ തിരിച്ചയച്ചു. അങ്ങനെയാകുമ്പോ നമ്മൾ എന്ത് എൻട്രി ഇടും? അങ്ങനെയാകുമ്പോ നമ്മൾ എന്ത് എൻട്രി ഇടും? 250 രൂപേന്റെ സാധനം
മോഹൻ എന്ത് ചെയ്തു? അപ്പൊ മോഹൻ തരാനുള്ള പൈസ കുറയും അല്ലെ? 2000 റുപ്യ മോഹന് വിറ്റിട്ടുണ്ടായിരുന്നു. മോഹൻ 1000 റുപ്യക്ക് പൈസ തന്നു. ഇനിയിപ്പോ മോഹൻ എത്ര തരാനുണ്ട്? 1000 റുപ്യ തരാനുണ്ട് അല്ലെ? ഈ 1000 റുപ്യനാണ് മോഹൻ എന്ത് ചെയ്തത്? 250 റുപ്യന്റെ സാധനം മോഹൻ തിരിച്ചയച്ചത്. അപ്പൊ മോഹൻ തരാനുള്ള പൈസ എന്ത് ചെയ്യും? കുറയും അല്ലെ? 750 റുപ്യയിൽ മാറും. ഈ 250 റുപ്യന്റെ സാധനം തിരിച്ചയക്കുമ്പോ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? മോഹൻ തരാനുള്ള പൈസ കുറയല്ലേ ചെയ്യുന്നത് അല്ലെ? പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? അശ്വതി മാം, മാം ക്ലിയർ അല്ലേ? അപ്പൊ മോഹൻ തരാനുള്ള പൈസ കുറയുക എന്ന് പറയുമ്പോൾ നമ്മൾ മോഹൻ ആദ്യം എന്താ ചെയ്തിട്ടുള്ളത്? മോഹന് ഡെബിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലെ? 2000 രൂപ മോഹന് ഡെബിറ്റ് ചെയ്തിട്ട് ടു സെയിൽസ് എന്ന് പറഞ്ഞ് 2000 രൂപ ഇട്ടു. ഡെബിറ്റ് ചെയ്യുമ്പോഴാണ് ഇയാൾ തരാനുണ്ടാകുന്നത്, പൈസ തരുന്നത്. അപ്പൊ 250 റുപ്യന്റെ സാധനം തിരിച്ചു തരുമ്പോ മോഹൻ തരാനുള്ള പൈസ കുറയാന്ന് പറയുമ്പോ മോഹൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലെ? നമ്മൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ അയാള് പൈസ തരാനുള്ളത് കൂടുന്നത്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ആ സാധനത്തിനെ പിടിച്ചിട്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അയാൾ തന്നു. അയാള് ശരിക്കും പറഞ്ഞാല് ഹു ഇസ് ദ ഗിവർ എന്നുള്ള കൺസെപ്റ്റ്. അയാൾ സാധനം തന്നു, അയാൾ തരാനുള്ള പൈസ കുറഞ്ഞു അല്ലെ? അപ്പൊ ടു മോഹൻ ക്രെഡിറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. മോഹനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് മനസ്സിലായി അല്ലെ? ഏതിനെ ഡെബിറ്റ് ചെയ്യണം? ഗുഡ്സ് അക്കൗണ്ട്. ഗുഡ്സ് അക്കൗണ്ട്, അതായത് ഗുഡ്സ് വന്നു. പക്ഷെങ്കിൽ നമുക്ക് അന്നേരം പർച്ചേസ് ആണോ എന്നുള്ള സംശയം വരും. പക്ഷെ സെയിൽസ് റിട്ടേൺ ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറയും. കാരണം വിറ്റ സാധനമല്ല തിരിച്ചു വരുന്നത്. പിന്നെ അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വിറ്റ സാധനം തിരിച്ചു വരുന്നതാണെങ്കിൽ അതിന് നമ്മൾ പറയേണ്ടത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യണം ടു മോഹൻ. വിറ്റ സാധനം തിരിച്ചു വരുന്നതുകൊണ്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആകും. ഇത് പർച്ചേസ് ചെയ്തതാണോ എന്നുള്ള സംശയം വരും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് എന്താണ്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക ടു മോഹൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? അതെ സർ. ഇനി ഞാൻ ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഈ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ പിന്നെ ഇതിന് ഏതിന്റെ അണ്ടറിലായിരിക്കും, ഏത് ലെഡ്ജറിന്റെ അണ്ടറിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കും? പർച്ചേസ് നമ്മൾ പറഞ്ഞു പർച്ചേസ് അക്കൗണ്ട് ആണ്. സെയിൽസ് നമ്മൾ പറഞ്ഞു സെയിൽസ് അക്കൗണ്ട് ആണ്. സാലറി അതൊക്കെ നമ്മൾ ഇൻഡയറക്ട് എക്സ്പെൻസ് അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണല്ലോ. ഇപ്പൊ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അറ്റർ ടു മോഹൻ 250 എന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ സെയിൽസ് റിട്ടേണിനെ നമ്മൾ ഏതിന്റെ അണ്ടറിലായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടി വരിക? എനി ഐഡിയ? അത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് സെയിൽസിന്റെ അണ്ടറിൽ തന്നെ. കാരണം എന്താ? ഈ ഇതിൽ നോക്കുമ്പോഴാണ് നമുക്കിപ്പോ ശരിക്കും 2000 രൂപ വിറ്റു അല്ലെ? ശരിക്കും 2000 വിറ്റോ? 250 തിരിച്ചു വന്നിട്ടില്ലേ? അപ്പൊ ഇതില് സെയിൽസിൽ ഡെബിറ്റ് വരുമ്പോ എത്രേ വിറ്റിട്ടുള്ളൂ? ശരിക്കും 1750 രൂപ വിറ്റിട്ടുള്ളൂ. അപ്പൊ ഈ സെയിൽസിന്റെ അണ്ടറിൽ തന്നെ ഇത് ഗ്രൂപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാം. കാരണം 2000 രൂപയ്ക്ക് വിറ്റു, പക്ഷെ 2000 രൂപയ്ക്ക് ശരിക്കും വിറ്റോ? അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 250 രൂപയുടെ സാധനം തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സെയിൽസ് തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് സെയിൽസിന്റെ ഗ്രൂപ്പിന്റെ അണ്ടറിൽ തന്നെ സെയിൽസിന്റെ അണ്ടറിൽ തന്നെ ആ സെയിൽസ് റിട്ടേൺ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നെറ്റ് സെയിൽ എത്രയേ ഉള്ളൂ? 1850 രൂപ ഉള്ളൂ എന്ന് മനസ്സിലാവും. ക്ലിയർ ആയോ? അത് നമുക്ക് ലെഡ്ജർ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയും. അപ്പൊ ഞാനത് എനിക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇപ്പൊ ആക്ച്വൽ എത്ര സംഭവിച്ചിട്ടുള്ളൂ? 1750 രൂപയുടെ സെയിലല്ലേ നടന്നിട്ടുള്ളൂ? 2000 വിറ്റിട്ടുണ്ടെങ്കിൽ 250 രൂപ പുള്ളി തിരിച്ചു കൊടുക്കുന്നില്ലേ? അപ്പൊ എനിക്ക് 2000ന്റെ സെയിൽ നടന്നു നമുക്ക് പറയാൻ പറ്റുമോ? 1750 രൂപയുടെ സെയിലല്ലേ നടന്നിട്ടുള്ളൂ? 250 പുള്ളി തിരിച്ചു കൊണ്ടു തന്നില്ലേ? സാധനം റിട്ടേൺ അടിച്ചില്ലേ? അപ്പൊ ശരിക്കും സെയിൽ എത്രയേ നടന്നുള്ളൂ? 1750ന്റെ സെയിൽ നടന്നിട്ടുള്ളൂ. ക്ലിയർ ആയോ ശരി മാം? സാർ ക്ലിയർ ആയി. അപ്പൊ അങ്ങനെയാകുമ്പോ ഇനി മോഹൻ എത്ര പൈസ തരാനുണ്ട്? എത്ര പൈസ തരാനുണ്ട് മോഹൻ? 750 റുപ്യ അല്ലെ? 750 അല്ലേ തരാനുള്ള? 2000ന് വിറ്റ് 1000 തന്നു, 250ന്റെ ഗുഡ്സ് റിട്ടേൺ അടിച്ചു. അപ്പൊ മോഹൻ എന്ന് പറയുന്ന ലെഡ്ജറിൽ നോക്കുമ്പോൾ എത്ര ബാലൻസ് തരാനുണ്ടാകും? 750 റുപ്പീസ് തരാനുണ്ടാകും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി പിന്നെ റിസീവ്ഡ് കമ്മീഷൻ ₹600. എന്താണ് ലെഡ്ജർ എൻട്രി ഇടുക? കമ്മീഷൻ റിസീവ് ചെയ്തു 600 റുപ്പീസ്. എന്താണ് എൻട്രി ഇടുക? കമ്മീഷൻ റിസീവ്ഡ് ₹600. റിസീവ്ഡ് കമ്മീഷൻ ₹600. എന്തായാലും കമ്മീഷൻ വാങ്ങി കിട്ടി, 600 റുപ്യ കമ്മീഷൻ കിട്ടി. അപ്പൊ
എന്തിനു ഡെബിറ്റ് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് അറ്ററ്റ് ടു കമ്മീഷൻ. ക്യാഷ് അക്കൗണ്ട് അറ്ററ്റ് കമ്മീഷൻ. എന്തുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു? പൈസ വന്നു, ക്യാഷ് വന്നു. ഓക്കെ, അതുകൊണ്ട് ക്യാഷിനെ റിസീവ് ചെയ്യാന്ന് പറഞ്ഞാല് ഒന്നിക്ക് ക്യാഷ് ആയിരിക്കും, അല്ലെ ബാങ്ക് ആയിരിക്കും. പിന്നെ ബാങ്ക് ഇതൊന്നും പറയാത്തത് കൊണ്ട് ഇനി കമ്മീഷൻ റിസീവ്ഡ് ബൈ ചെക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ബാങ്കിനെ ചെയ്യണം. ഇനി വെറും കമ്മീഷൻ റിസീവ്ഡ് എന്ന് മാത്രം പറഞ്ഞത് മിക്കപ്പോഴും ക്യാഷ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനെ വരുമ്പോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റർന്ന് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഡൗട്ട് ഉണ്ട്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ബാർ ബാങ്ക് അക്കൗണ്ട് അറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഓക്കെ, ക്യാഷോ ബാങ്കിനോ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. കാരണം നമുക്ക് പൈസ കിട്ടുകയാണ് ചെയ്തത്. ടു ഏതിന്റെ പേരില്? കമ്മീഷൻ. കമ്മീഷൻ ഇവിടെ എന്താണ്? ഇൻകം ആണ്. ഞാനിപ്പോ ആർക്കും ഒരു സ്ഥല കച്ചവടം ചെയ്തു കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് ചെയ്തു? അയാൾ എനിക്ക് സ്ഥലം വാങ്ങിയ ആൾക്ക് പൈസ തന്നു കമ്മീഷൻ എന്നുള്ള പേരില്. അപ്പൊ ഇവിടെ കമ്മീഷൻ എന്താണ്? ഇൻകം ആണ് അല്ലെ? എന്നെ സംബന്ധിച്ച് കമ്മീഷൻ ഇൻകം ആണ്. ഇൻകത്തിന് ഞാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ എന്റെ ഇത് ക്യാഷ് ബാലൻസ് കൂടിയത് കൊണ്ട്, അല്ലെ ബാങ്ക് ബാലൻസ് കൂടിയത് കൊണ്ട് അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? അശ്വതി മാം ക്ലിയർ ആണോ? ക്ലിയറാ. ഇനി പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ, മാഡം പറഞ്ഞ പോലെ, ഡിപ്രിസിയേഷൻ പ്രൊവൈഡഡ് ഫോർ ഫർണിച്ചർ ₹10,000. ഡിപ്രിസിയേഷൻ പ്രൊവൈഡഡ് ഫോർ ഫർണിച്ചർ ₹10,000. ഒരു 10,000 രൂപ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. ഫർണിച്ചറിന് വേണ്ടിയിട്ടുള്ള ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ? തേയ്മാനം. നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന തേയ്മാനം. അപ്പൊ 10,000 രൂപ ഫർണിച്ചറിന് വേണ്ടിയിട്ടുള്ള ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. അതായത് അക്കൗണ്ട്സിലെ എക്സ്പെൻസ് ബുക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാകുമ്പോൾ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ഡിപ്രിസിയേഷൻ 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 ഡെറ്റർ ടു ക്യാഷ് അല്ലെ? ഓക്കെ, അശ്വതി മാഡം എന്ത് പറയുന്നു? അശ്വതി മാഡം എന്താ പറയുന്നത്? ഇതുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെ ഡിസഗ്രി ചെയ്യുന്നോ? അഗ്രി ചെയ്യുന്നുണ്ടോ അശ്വതി മാം? ഇല്ല സാർ, എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡിപ്രിസിയേഷൻ ഒരു ചെലവാണ്. എന്തുകൊണ്ടാണ് ഡിപ്രിസിയേഷൻ ചെലവ് എന്ന് പറയുന്നത്? അതായത് നമ്മളെ ഫർണിച്ചർ നമ്മൾ ഉപയോഗിച്ചു, ഇനി നമുക്ക് വിറ്റാൻ പൈസ കിട്ടൂല. ഓക്കെ, അതായത് 1,00,000 റുപ്പീസിന്റെ ഫർണിച്ചർ എന്റെ കൈമേൽ ഉണ്ടായിരുന്നു. പിന്നെ 2 കൊല്ലമായിട്ട്. ഇനി ഞാൻ വിറ്റാൽ എന്ത് കിട്ടൂല? 1,00,000 കിട്ടൂല. കാരണം അത് കുറെ പഴയതായില്ലേ, ഓൾഡ് ആയില്ലേ. അത് ഞാൻ 1,00,000 വാങ്ങിയതാണ്. ഇന്നെനിക്ക് വിറ്റ് അത്രേ കിട്ടുള്ളൂ. ചിലപ്പോ 50,000 റുപ്യൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഓരോ വർഷവും 30,000 റുപ്യ ഡിപ്രിസിയേഷൻ കാണുന്നു. അപ്പൊ ഡിപ്രിസിയേഷൻ ഈ ഫർണിച്ചറിന്റെ വാല്യൂ കുറയുന്നത് കൊണ്ട് അതെന്താണ്? ചെലവാണ്. എന്നെ സംബന്ധിച്ച് ഡിപ്രിസിയേഷൻ എന്നുള്ളത് ഒരു ചെലവാണ്. ഓക്കെ, പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെലവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഡിപ്രിസിയേഷൻ ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഡിപ്രിസിയേഷൻ ഒരു ചെലവായിരുന്നു. ക്ലിയർ ആയോ? അത് ക്ലിയർ ആണോ? ഇന്നലെ എനിക്കൊരു സംശയം. മാഡം ക്രെഡിറ്റ് ക്യാഷ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പൈസ ആയിരിക്കും ഡിപ്രിസിയേഷൻ. മാഡം പറഞ്ഞില്ലേ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്നല്ലേ പറഞ്ഞത്? അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് എന്നുള്ളത് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിപ്രിസിയേഷൻ ചെലവാണ്. ഓക്കെ, ഡിപ്രിസിയേഷൻ ചെലവാണ്. കാരണം ആ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ മൂല്യം ഇല്ല. അതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ചെലവാണ്. അത് അക്സെപ്റ്റ് ചെയ്തു. ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ചെയ്യണം. എന്തുകൊണ്ട് മാഡം ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു? ക്യാഷ് കുറയും, മെഷീനറിയുടെ വാല്യൂ കുറയുമല്ലേ സാറേ? അപ്പൊ മെഷീനറിയുടെ വാല്യൂ കുറയുമ്പോ നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല, നമ്മൾ ക്യാഷ് എവിടെ എടുത്ത് കൊടുക്കുന്നില്ല. അപ്പൊ എൻ്റെ അടുക്ക 10,000 രൂപ ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിപ്രിസിയേഷൻ എടുത്തിട്ട് ഈ 10,000 ക്യാഷ് എടുത്തിട്ട് അതിന് കൊടുക്കും. ഞാൻ ഇതാക്കി പറയുന്നല്ലേ, 10,000 രൂപ ഞാൻ അതിന്റെ അടുത്ത് കൊടുക്കുന്നില്ല. പക്ഷെ അപ്പൊ ഏതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ക്യാഷിനെ അല്ല ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോ ബാങ്കിന്റെ ബാലൻസ് കുറയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ നമ്മൾ ചെലവ് കാണിക്കുമ്പോൾ ഏതിന്റെ വാല്യൂ ആണ് കുറയുന്നത്?
ഫർണിച്ചറിന്റെ വാല്യൂ ആണ് കുറയുന്നത്. നമ്മൾ ക്യാഷ് ഒന്നും എഴുതി എടുത്തു കൊടുക്കുന്നില്ല, പക്ഷെ ഫർണിച്ചറിന്റെ വാല്യൂ കുറയും. അപ്പൊ ഫർണിച്ചറിന്റെ വാല്യൂ കുറയുന്നത് കൊണ്ട് അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ അസറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ടു ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഫർണിച്ചറിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ പൈസ എഴുതി പോകുന്നില്ല, നമ്മളെ വാല്യൂ കുറയുന്നതേ ഉള്ളൂ. വാല്യൂ കുറയുമ്പോൾ അപ്പൊ ഇനി നമ്മളെ ബുക്കിൽ നോക്കിയാലും ഫർണിച്ചറിന്റെ വാല്യൂ എത്രയേ ഉണ്ടാവുള്ളൂ? ഇപ്പൊ 1,00,000 റുപ്യാണ്, 10,000 90,000 റുപ്യ ഉണ്ടാവുള്ളൂ ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ. മനസ്സിലായോ? അതായത് ഡിപ്രിസിയേഷനെ ഡെബിറ്റ് ചെയ്തിട്ട് ഫർണിച്ചറിനെ 10,000 ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഇനി എന്റെ ബുക്കിൽ ഫർണിച്ചറിന്റെ വാല്യൂ എത്രയേ ഉണ്ടാവുള്ളൂ? 90,000 റുപ്യ ഉണ്ടാവുള്ളൂ. ഫർണിച്ചറിന് ക്രെഡിറ്റ് കൊടുത്തില്ല. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്? ക്ലിയർ സർ. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയണേ. മനസ്സിലായിട്ടില്ലേ? മാഡം ഡൗട്ട് ഉണ്ടോ ഇതിനെ? മാം ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ ആണ് അല്ല? അല്ല, അതായത് ഇതിന് ഒരിക്കലും കൂടി ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഫർണിച്ചർ വാങ്ങുന്നു 1,00,000 റുപ്യ. ഈ എൻട്രിയും കൂടി കേട്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫർണിച്ചർ വാങ്ങുന്നു. അപ്പൊ ലെഡ്ജറും കൂടി നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി അത് ക്ലിയർ ആകും. ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. 1,00,000 റുപ്യന്റെ ഫർണിച്ചർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഫർണിച്ചറിന് ഇപ്പൊ എത്ര വാല്യൂ ഉണ്ട്? ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. എന്തുകൊണ്ട്? അസറ്റ് ആണ്, വാട്ട് കംസ് ഇൻ ഉള്ള കൺസെപ്റ്റ് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. 1,00,000 റുപ്പീസ് ടു ബാങ്ക്, പൈസ ചെക്ക് കൊടുത്തു. അപ്പൊ അതിനിടയ്ക്ക് എത്രയുണ്ട്? ഇപ്പൊ അതിനിടയ്ക്ക് 1,00,000 റുപ്യന്റെ ഫർണിച്ചർ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു കൊല്ലം കഴിഞ്ഞു, ഞാൻ പറയുന്നു 10% ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്താ ശരിക്കും ചെയ്യേണ്ടത്? ഈ 1,00,000 റുപ്യ ഉണ്ടല്ലോ ഫർണിച്ചർ വാല്യൂ, ഇതിന് ഞാൻ 10,000 ഇതിൽ കുറക്കണം. എത്ര ഇനി ഉണ്ടാകാൻ പാടില്ല? ഫർണിച്ചറിന്റെ വാല്യൂ എന്റെ ബുക്കിൽ 90,000 റുപ്യ ഉണ്ടാകാൻ പാടും. ഓക്കെ, അപ്പം നമ്മൾ ഈ എൻട്രിയിൽ നമുക്ക് എന്താ മനസ്സിലായത്? അസറ്റിനെ ഡെബിറ്റ് ചെയ്യുമ്പോഴാണ് അസറ്റിന്റെ വാല്യൂ കൂടുന്നത് മനസ്സിലായി അല്ലെ? ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ടല്ലേ ഫർണിച്ചറിന് 1,00,000 റുപ്യ വാല്യൂ വന്നത്. അപ്പൊ അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ വാല്യൂ കൂടണമെങ്കിൽ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു കൊല്ലം ആകുമ്പോൾ എന്റെ അസറ്റിന്റെ വാല്യൂ 10,000 റുപ്യ കുറക്കണം. 10,000 റുപ്യ ഏതിന്റെ പേര് കുറക്കണം? ഞാനത് ഒരു കൊല്ലം യൂസ് ചെയ്ത പേരിൽ കുറക്കണം. ഒരു കൊല്ലം യൂസ് ചെയ്തതിന് അക്കൗണ്ട്സിൽ വിളിക്കുന്ന പേരാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ചെലവ്. ഓക്കെ, അപ്പൊ ഡിപ്രിസിയേഷന്റെ പേരിൽ ഡിപ്രിസിയേഷനെ ഡെബിറ്റ് ചെയ്തു 10,000 ടു അസറ്റിന്റെ വാല്യൂ കുറക്കേണ്ടത് കൊണ്ട് അസറ്റിനെ ഞാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ടു ഫർണിച്ചർ എന്ന് പറഞ്ഞെടുത്ത് നോക്കുമ്പോൾ അസറ്റിന് ക്രെഡിറ്റ് ചെയ്യും 10,000 രൂപ. അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ ഫർണിച്ചറിന്റെ ലെഡ്ജർ എടുത്ത് നോക്കുമ്പോൾ എത്രയേ ഉണ്ടാവുള്ളൂ? 90,000 രൂപയേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഡിപ്രിസിയേഷൻ എങ്ങനെയാണ്? ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ ആ ഫർണിച്ചറിന്റെ മാത്രം നമുക്കൊരു ലെഡ്ജർ കൂടി നോക്കാം. ഓക്കെ, അതിന്റെ ഒരു ലെഡ്ജർ നമുക്ക് എങ്ങനെ ചെയ്യാമോ? ഒരു മിനിറ്റ്. റെക്കോർഡ് ഒന്ന് സ്റ്റോപ്പ്